അനു, എന്താ ആന്റി? മോഹന്റെ കേബിളുണ്ട്. അവൻ അമേരിക്കയിൽ നിന്ന് നാളെ പുറപ്പെടുന്നു. എന്തു പറ്റി? അവൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ വരുന്നത് മോളെ. നീ ഒന്നും വിഷമിക്കണ്ട. വരൂ. രാംനാരെ, ഈ പെട്ടിയൊക്കെ അകത്തേക്ക് എടുക്കൂ. അനു ഇവിടെ ഇല്ലേ അമ്മേ? ഉണ്ടല്ലോ മോളെ. അനു, ഇത് ശരിയല്ല. എയർപോർട്ടിൽ വന്ന് അനുവിനെ സ്വീകരിക്കേണ്ടതായിരുന്നു. വന്നില്ല, പോട്ടെ. കാർ വരുന്ന ശബ്ദം കേട്ടെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വന്നതായിരുന്നു. മോശം മോശം. അതിനിപ്പോ അനു എന്ത് ചെയ്തെന്നോ നീ പറയുന്നത്? അമ്മ എന്താ അനുവിനെ എയർപോർട്ടിൽ കൊണ്ടുവരായിരുന്നത്? കാണാൻ സുന്ദരികളായ പെൺകുട്ടികൾ എന്നെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ വരികയെന്ന് വെച്ചാൽ അത് എനിക്കൊരു ഗമയല്ലേ? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അതിനൊക്കെ ഒരു യോഗം വേണം. രക്ഷയില്ല. ഞാൻ ഈ വിട്ടിത്തം മുഴുവൻ പറഞ്ഞിട്ടും അനുവിനൊന്ന് ചിരിച്ചാലെന്താ? സാറേ, കമോൺ ലുക്ക് അപ്പ്. ഒന്ന് ചിരിച്ചാട്ടെ സാറേ. Twinkle, twinkle, little star, how I wonder what you are. how I wonder what you are. Up above the world so high. Up above the world so... ഒരു പഠിത്തക്കാരൻ വന്നിരിക്കുന്നു. എങ്ങനെയാണ് അവിടുന്ന്? എടാ, എനിക്ക് കുളിക്കാൻ കുറച്ച് വെള്ളം കൊരിയാൻ പറഞ്ഞിട്ട് നീ ചെയ്തോ? എടാ, ചെയ്യടാ. അമ്മേ, അമ്മണിക്കുട്ടി അവനെ പഠിക്കാൻ പിടിച്ചിരുത്തിയത് നേരാണോ നീ? അപ്പൊ പാവല്ലേ അമ്മേ, അവനും കൂടെ പഠിച്ചോട്ടെ. അവൾ എന്തെങ്കിലും ചെയ്തോട്ട് ഭാരതി. നമ്മളോ അവനെ പഠിപ്പിക്കുന്നില്ല. അവളെങ്കിലും 4 അക്ഷരം പറഞ്ഞു കൊടുക്കട്ടെ. എന്നിട്ട് എന്തിന് പേഷ്കാരാവാനോ? പേഴ കെട്ടവൻ. മേല പിള്ളേര് പഠിക്കുന്ന പുസ്തകത്തെ കൈ കൊണ്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കൈ ഞാൻ വെട്ടിക്കളി. ഭാരതി, മുകളിൽ ഇരുന്നൊരാള് ഇതെല്ലാം കാണുന്നുണ്ട്. നിങ്ങളുടെ അന്ത്യമെന്നായിരിക്കും. അപ്പോഴേ പെരമണിയാനുള്ള രൂപ വാങ്ങിക്കാൻ നിങ്ങൾ പോകുന്നു, അതോ ഞാൻ പോണോ? പെരമണിയാനുള്ള രൂപ നീ അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടോ? മനുഷ്യ, ഇപ്പൊ പിടിച്ചാലേ രക്ഷയുള്ളൂ. ചെറുക്കം വളർന്ന് വല്ല വഴിക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാലേ പിന്നെ മേലോട്ട് നോക്കി ഇരുന്നോണ്ടാ മതി. ഞാൻ നാളെ പോയി മേടിക്കും. അല്ല, അനു എന്തിനാ ഇപ്പൊ വീട്ടിൽ പോകുന്നത്? ഞാൻ വന്നുകൊണ്ടാണോ? നീ വന്നോണ്ട് അവക്കെന്താ? അവൾ എല്ലാ ആഴ്ചയിലും അച്ഛനെ കാണാൻ പോകാറുണ്ട്. വെരി ഗുഡ്. ആരെ മറന്നാലും അച്ഛനെ മറക്കാൻ പാടില്ലല്ലോ. കൂട്ടിന് ഞാനും കൂടെ വരണോ? വേണ്ട. അല്ല, വരണമെന്ന് പറഞ്ഞാലും ആ വഴിക്ക് ഞാനില്ല. അമ്മാവൻ പഴയ കാര്യങ്ങളൊന്നും മറന്നു കാണില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞില്ലേ മോനെ? അനു, നാളെ തന്നെ നീ വരണം. ശരി ആന്റി. അനു, ഈ ഉള്ളവൻ ഇവിടെ എത്തിയിട്ടുള്ള വിവരം അമ്മാവനൊന്ന് അറിയിച്ചേക്ക്. എന്ത് സംഭവ വികാസമാണ് ഉണ്ടാകാൻ പോകുന്നത് അറിയാമല്ലോ. മഴ തുടങ്ങിയ പിന്നെ പെര മുഴുവൻ ചോർന്നൊലിക്കും. തണുപ്പടിച്ച് ചെറുക്കന് വല്ല പനിയും പിടിച്ചാ? ഇത് പറയാനാണോ നീ ഇവനെയും കൂട്ടിക്കൊണ്ട് വന്നത്? അയ്യോ അല്ലേ. പിന്നെ ഇവനെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയ പണം വാങ്ങാമെന്ന് കരുതിയോ? ഈശ്വരൻ സാക്ഷിയായിട്ട് ഞാൻ അങ്ങനെ ഒന്നും കരുതിയില്ലേ. ഇവനെ ഒരിക്കലും ഈ പഠിക്കാത്ത കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കൊണ്ടേ. പിന്നെ എന്തിനു കൊണ്ടുവന്നു?
മേലാൽ ഇവരെയും കൂടി ഇവിടെ വന്നാൽ മരിക്കുന്നവരെ ഇനി കൊണ്ടുവരത്തില്ലേ? എത്ര രൂപ എന്തൊക്കെ വേണ്ടത്? ഒരു 5000 രൂപ കിട്ടിയാ. ആരാ അമ്മച്ചി അത്? നിന്റെ അമ്മയുടെ തന്ത എന്താവില്ലടാ അവിടെ. ഇതൊരു കടന്ന കൈയായി പോയി ഭാരതി. പിന്നെ ഇതിനേക്കാൾ കടന്ന കൈയൊക്കെ ഭാരതിയുടെ കയ്യിലുണ്ട്. അത് ഞാൻ കാണിച്ചില്ലെന്നേ ഉള്ളൂ. ഇവന് ചൊവ്വ നേരെ ആഹാരമൊന്നും കൊടുക്കത്തില്ലേടി. അതുകൊള്ളോ, എവന്റെ വയറുണ്ടല്ലോ ചിക്കുവാ വിരിച്ച പോലെ. ഏതാ ഈ സ്ത്രീ? നമ്മുടെ കുമാരപിള്ളയുടെ ഭാര്യ. അങ്ങനെ കണ്ട എന്തോ സങ്കടം പറയാൻ വന്നതാ. അച്ഛനെവിടെ? മുറിയിലുണ്ട്. ഏതാ ഈ കുട്ടി? ഈ കുട്ടി ഏതാച്ചാ? അത് പിന്നെ നമ്മുടെ നമ്മുടെ കുമാരപിള്ളയുടെ മകന. മോളെപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളച്ചാ. എടോ, താനവിടെ എന്ത് നോക്കുക? തന്റെ വേഷം കണ്ടിട്ട് കൊള്ളാമല്ലോ. ഇത് ആരുടെ ഉടുപ്പാ? വേണുവേട്ടന്റെ. അല്ല, എന്റെ ഉടുപ്പാ. തന്റെ അമ്മ തന്നെ പേടിപ്പിച്ചല്ലേ? അതുപോട്ടെ, താൻ എന്താ ഇതിനകത്ത് നോക്കിയത്? പാവ. തനിക്ക് വേണോ? തന്റെ പ്രായത്തിൽ എന്റെ അച്ഛൻ എനിക്ക് വാങ്ങിത്തന്നതാ ഇതൊക്കെ. ദേ, ഇത് കണ്ടോ? അമ്മയും കുഞ്ഞും. മരിച്ചുപോയ എന്റെ അമ്മയെ ഓർമ്മിക്കാൻ വേണ്ടി അച്ഛൻ വാങ്ങിച്ചു തന്നതാ ഇത്. ഇത് തനിക്കിരിക്കട്ടെ. ആ, പേരെന്താ? അപ്പു. അപ്പുവിന് ഇത് ഇഷ്ടമായോ? ആ. പൊട്ടിച്ചു കളയോ? ഇല്ല. നിങ്ങൾക്ക് എത്ര മണിക്കാ ബസ്? 4 മണിക്കാന്നേ. മോനെ, നമുക്ക് പോകണ്ടേ? പോട്ടെ. ഉം. ഇതാ ഭാരതി, ഭാരതി. ദാ, കുറച്ച് പലഹാരങ്ങളാ. അപ്പുമോന് തരാൻ അമ്മാവന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. പോയിട്ടോ. അപ്പൂന് ഇച്ചിരൂടെ കുറേ. അങ്ങനെ ഇപ്പൊ കൊടുക്കുന്നില്ല. പലഹാരം കൂടുതൽ തിന്നാലേ വില ഇളകും ഇല്ലേടാ? അമ്മ, എനിക്ക് ഒന്നുകൂടെ വേണം. എന്റെ പൊന്നുമോള് തിന്നോ. എന്റെ ഉടുപ്പ് നിക്കർ എന്തിനാ ഇവന് കൊടുത്തത്? ഡാ, ആ ഉടുപ്പ് നിക്കറ കൊണ്ട് നനച്ചു പോയി രാവിലെ കഴുകിയിടണം. ചെല്ലടാ. നീ അരുവയ്യ, ഞാൻ വെച്ചോളാം. എന്റെ സഞ്ചിക്ക് കിഴുത്ത ഒന്നുമില്ല, ഞാൻ വെച്ചോളാം.